RRB, JEE, CBT 2 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മളൊരു സ്പെഷ്യൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. RRB, JEE, CBT 2 എക്സാമിലെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് നമുക്കറിയാം CBT 2 എക്സാം എന്ന് പറയുമ്പോൾ 150 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇലക്ട്രോണിക്സ് മാത്രമല്ല ഇതിനകത്ത് വരുന്നത്, ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും അതുപോലെ ജനറൽ ക്വസ്റ്റ്യൻസും എല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ്, GK എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഇലക്ട്രോണിക്സിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം RRB, JEE, CBT 1 സീരീസ് ഒക്കെ നമ്മൾ നമ്മുടെ വേറൊരു ചാനലിൽ ഓൾറെഡി അതിന്റെ PYQസും ടോപ്പിക് വൈസ് ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. Okay. First one, what is the device used for measuring the power in an optical signal? ഒരു optical signal power measure ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. Optical multi analyte meter, optical spectrometer, optical power meter and optical fiber length meter. അപ്പൊ എല്ലാം മീറ്റർ എന്നുള്ള പേരിലാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിലും ഒപ്റ്റിക്കലും ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ അറിയാതിരുന്നാൽ നമുക്ക് കറക്റ്റ് കുത്തി ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പൊ എന്താണ് അത് ചോദിച്ചിരിക്കുന്നത്? മെഷറിംഗ് ദ പവർ ഇൻ ആൻ ഒപ്റ്റിക്കൽ സിഗ്നൽ എന്നാണ്. അപ്പൊ ആ ഒരു വേർഡ് വെച്ച് റിലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഓപ്ഷൻ സി എന്നുള്ളത് എഴുതാം. ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസറും. ഒപ്റ്റിക്കൽ പവർ മീറ്റർ ആണ് നമ്മൾ ഒപ്റ്റിക്കൽ സിഗ്നൽ നമ്മൾ പവർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് മില്ലി വാട്ടിൽ അല്ലെങ്കിൽ ഡെസിബൽ മില്ലി വാട്ടിലൊക്കെ ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിലൊരു കാലിബ്രേറ്റഡ് സെൻസറും ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വരുന്ന ഒരു മീറ്റർ ആണ് ഒപ്റ്റിക്കൽ പവർ മീറ്റർ എന്ന് പറയുന്നത്. സോ ഒപ്റ്റിക്കൽ പവർ മീറ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, the intermediate frequency of a super heterodyne receiver is 450 kilohertz. If it is tuned to 1200 kilohertz, the image frequency will be. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് എന്താണ് ഇമേജ് അതായത് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി അതേപോലെ ഇമേജ് ഫ്രീക്വൻസി ഈ ടേംസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇമേജ് ഫ്രീക്വൻസി ആണ്. എഫ് ഇമേജ് ഇസ് ഈക്വൽ ടു എഫ് സിഗ്നൽ പ്ലസ് 2 ഇൻറ്റു FIF എന്നുള്ളതാണ്. എഫ് സിഗ്നൽ എന്ന് പറയുന്നത് ഡിസൈഡ് സിഗ്നൽ ഫ്രീക്വൻസി ആണ് ഉദ്ദേശിക്കുന്നത്. ഡിസൈഡ് സിഗ്നൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിന്റെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി നമുക്കറിയാം 450 കിലോഹെർട്സ് എന്നുള്ളത്. ട്യൂൺ ചെയ്തിരിക്കുന്നത് 1200 കിലോഹെർട്സിലേക്കാണ്. അപ്പൊ അതാണ് ഡിസൈഡ് സിഗ്നൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന എഫ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 450 കിലോഹെർട്സ് ഇവിടെ തന്നിട്ടുമുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് എഫ് ഇമേജ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എഫ് സിഗ്നൽ എന്ന് പറയുന്നത് 1200 കിലോഹെർട്സ് പ്ലസ് 2 ഇൻറ്റു 450 കിലോഹെർട്സ് എന്നാണ് വരുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ്, ഇപ്പൊ ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 2100 കിലോഹെർട്സ് എന്ന് വരും. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, which of the following is an example of an active device? Active device ന്റെ എക്സാമ്പിൾ എന്താണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആക്റ്റീവ് ഡിവൈസിന്റെയും പാസീവ് ഡിവൈസിന്റെയും ഡിഫറൻസ് നമുക്കറിയാം. ആക്റ്റീവ് ഡിവൈസസ് ആർ ഡിവൈസസ് which can amplify or generate energy. Okay, and the devices which cannot amplify or generate energy are called passive devices. ഇനി ഏത് ഡിവൈസിനാണ് എക്സ്റ്റേണൽ പവർ ആവശ്യമായിട്ട് വരുന്നത്? ആക്റ്റീവ് ഡിവൈസിനാണ്. പാസീവ് ഡിവൈസിന് അതിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ സിഗ്നൽസിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതും ആക്റ്റീവ് ഡിവൈസിനാണ്, പാസീവ് ഡിവൈസിന് ചെയ്യാൻ പറ്റില്ല. ട്രാൻസിസ്റ്റർ, ഡയോഡ്, ഓപ്പാമ്പ് ഒക്കെയാണ് നമുക്ക് ആക്റ്റീവ് ഡിവൈസ് ആയിട്ട് വരുന്നത്. റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ആണ് പാസീവ് ഡിവൈസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ആക്റ്റീവ് ഡിവൈസിന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ബൾബ്, ട്രാൻസ്ഫോമർ, റെസിസ്റ്റർ, ട്രാൻസിസ്റ്റർ. സോ വിത്ത് ഒരു ഡൗട്ടും വേണ്ട, നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ആണ് ആക്റ്റീവ് ഡിവൈസ്. ഓപ്ഷൻ ഡി. Next one, which of the following memories can be programmed once by the user and then cannot be erased and reprogrammed? ഇതിലെ ഏത് ടൈപ്പ് മെമ്മറിയാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാം, ഒരു പ്രാവശ്യം യൂസറിന് പ്രോഗ്രാം ചെയ്യാം, പിന്നീട് അത് എറൈസ് ചെയ്യാനോ റീപ്രോഗ്രാം ചെയ്യാനോ പറ്റാത്തത് ഏതാണ്? EEPROM, ROM, ഫ്ലാഷ് മെമ്മറി, EEPROM. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി എന്നുള്ളതാണ്. അപ്പോ അതായത് ഇറേസ് ചെയ്യാനും അതേപോലെ തന്നെ റീപ്രോഗ്രാം ചെയ്യാനും പറ്റാത്തത് വൺസ് നമുക്ക് പ്രോഗ്രാം ചെയ്യാം, ദാറ്റ് ഈസ് റീഡ് ഓൺലി മെമ്മറി. ഈ റീഡ് ഓൺലി മെമ്മറിയിൽ തന്നെ കുറച്ചും കൂടെ സ്പെസിഫിക്കലി നമുക്ക് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയും, പ്രോം എന്ന് പറയും കേട്ടോ. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റോം. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ.
ഇതിൽ EEPROM എന്നൊക്കെ പറയുന്നത് ഇറേസബിൾ എന്നാണ്. E stands for erasable. അപ്പൊ ഇവിടെ cannot be erased എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് റോങ്. Next one, dash is used for transmitting files between computer on the internet over TCP/IP connection. Files transfer ചെയ്യാൻ ഏത് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് FTP, ASCII, BCD, HTTP. BCD ആൻഡ് ASCII എന്ന് പറയുന്ന കോഡ്സ് ആണ്, അത് ഇതുമായിട്ട് ബന്ധമില്ല. സോ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഫയൽസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ഓൺ ദ ഇന്റർനെറ്റ് ഓവർ TCP/IP കണക്ഷൻ. ഓപ്ഷൻ A. The RF signal strength at any point of the cable is measured by. കേബിളിൽ നമ്മൾ RF സിഗ്നൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാനായിട്ട് വൊബുലോസ്കോപ്പ്, ഫീൽഡ് സ്ട്രെങ്ത് മീറ്റർ, ഓസിലോസ്കോപ്പ് ആൻഡ് മൾട്ടിമീറ്റർ. വൊബുലോസ്കോപ്പ് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? അധികം പേരും കേൾക്കാൻ ചാൻസ് ഇല്ല. ബാക്കി ഫീൽഡ് സ്ട്രെങ്ത് മീറ്റർ, അതുപോലെ ഓസിലോസ്കോപ്പ് കേട്ടിട്ടുണ്ട്, മൾട്ടിമീറ്റർ കേട്ടിട്ടുണ്ട്. വൊബുലോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു ഇലക്ട്രോണിക് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഈ സ്വീപ്പ് ജനറേറ്ററും അതേപോലെ മാർക്കർ ജനറേറ്റർ, നമ്മൾ XY ഓസിലോസ്കോപ്പ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു ഇതാണ് വൊബുലോസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്തായാലും നമ്മൾ കേബിളിലെ RF സിഗ്നൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫീൽഡ് സ്ട്രെങ്ത് മീറ്റർ ആണ്. ഓക്കെ, അതിൽ RF പവർ മീറ്റർ അല്ലെങ്കിൽ സിഗ്നൽ സ്ട്രെങ്ത് മീറ്റർ എന്നൊക്കെ പറയും. അതിൽ RF സിഗ്നൽ സ്ട്രെങ്ത് നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫീൽഡ് സ്ട്രെങ്ത് മീറ്റർ. അതിന് ഈ പല പേരുകളിൽ പറയുന്നുണ്ടാവും, RF പവർ മീറ്റർ അല്ലെങ്കിൽ സിഗ്നൽ സ്ട്രെങ്ത് മീറ്റർ, ഫീൽഡ് സ്ട്രെങ്ത് മീറ്റർ എന്നൊക്കെ പറയും, അതാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പോണന്റ്സ് സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ചാർജ്? ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുന്നത് ഏതാണ്? കപ്പാസിറ്റർ, ട്രാൻസ്ഫോമർ, റെസിസ്റ്റർ ആൻഡ് ഇൻഡക്ടർ. അപ്പൊ നമുക്കറിയാം കപ്പാസിറ്റർ എനർജി സ്റ്റോർ ചെയ്യും എന്നറിയാം. ഏത് ഫോമിലാണ്? ഇലക്ട്രിക് ചാർജ് ആയിട്ടാണ്. ഇനി റെസിസ്റ്റർ എനർജി സ്റ്റോർ ചെയ്യോ? റെസിസ്റ്ററിൽ എനർജി സ്റ്റോർ ചെയ്യില്ല. റെസിസ്റ്റർ എന്താ ചെയ്യുന്നത്? എനർജി ഡിസിപ്പേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ആസ് ഹീറ്റ്, അല്ലാതെ എനർജി സ്റ്റോർ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് എനർജി സ്റ്റോർ ചെയ്യുന്ന വേറെ ഒന്നാണ് ഇൻഡക്ടർ. ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്യും, പക്ഷെ അത് മാഗ്നറ്റിക് ഫീൽഡ് ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ എനർജി സ്റ്റോർ ചെയ്യുന്നത് ബാറ്ററി ആണ്. ബാറ്ററി ആണെന്നുണ്ടെങ്കിലും അത് കെമിക്കലി ആണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിലാണെങ്കിലും എനർജി സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ എനർജി സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ചാർജിന്റെ ആൻസർ എന്താ വരിക? കപ്പാസിറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് ഇൻ എ ഡിക്കേഡ് കൗണ്ടർ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡിക്കേഡ് കൗണ്ടറിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, 2 raised to n greater than or equal to number of states എന്നുള്ളതാണ്. അതിൽ ആ n എന്ന് പറയുന്നതാണ് നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം എന്നുള്ളത്. അപ്പൊ ഡിക്കേഡ് കൗണ്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിക്കേഡ് മീൻസ് 10. അപ്പൊ ഡിക്കേഡ് കൗണ്ടർ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ 10 സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ 2 raised to n greater than or equal to 10 ഉള്ളത്. അപ്പൊ 2 ക്യൂബ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8 ആ വരിക. അപ്പൊ അത് പോരാ അല്ലെ, 10 സ്റ്റേറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ 2 raised to 4 ആണ് വരിക. അപ്പൊ 2 raised to 4 എന്ന് പറയുമ്പോൾ n എന്ന് പറയുന്നത് n-ന്റെ വാല്യൂ എത്രയായിരിക്കും? 4 ആയിരിക്കും. സോ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യണം? 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ഡി is the correct answer. Next question, the range of frequency generated by VHF oscillator. VHF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്ററിന്റെ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി എത്രയാണെന്നുള്ളതാണ്. ടിസം 30 MHz to 300 MHz ആണ് വരുന്നത്. അപ്പൊ അവിടെ ഓപ്ഷനിൽ 300 MHz to 3 GHz, above 3 GHz, 30 MHz to 300 MHz and 20 kHz to 30 MHz എന്ന് തന്നിട്ടുണ്ട്. So 30 MHz to 300 MHz is the correct answer. So important ആയിട്ടുള്ള questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള questions ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.